വിദ്യാർത്ഥികളുടെ പഠിക്കുവാനുള്ള അവകാശത്തെ ചവിട്ടിമെതിക്കാൻ അനുവദിക്കില്ലെന്ന് കെ.സി.ബി.സി. വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും വിദ്യാർത്ഥി രാഷ്ട്രീയം നിയമവിധേയമാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ തൃശൂരിൽ സംഘടിപ്പിച്ച പ്രതികരണ സദസ്സിലാണ് ആർച്ച് ബിഷപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദ്യാലയങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനം നിയമവിധേയമാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം. സ്കൂളുകളിലും കോളേജുകളിലും രാഷ്ട്രീയം നിയമവിധേയമാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധ സമ്മേളനം നടന്നത്. കുട്ടികളെ തമ്മിലടിപ്പിക്കാനും ക്യാമ്പസുകളെ രക്തപങ്കിലമാക്കി അവരുടെ ഭാവി തകർക്കാനും വിട്ടുകൊടുക്കില്ലെന്ന് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കെ.സി.ബി.സി. വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കുട്ടികളുടെ പഠിക്കുവാനുള്ള അവകാശത്തെ ചവിട്ടിമെതിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഇപ്പോൾ പുതിയ ബില്ല് കൊണ്ടുവരികയാണ്. കോളേജിൽ മാത്രമല്ല, സ്കൂളിൽ മാത്രമല്ല, സെൽഫ് ഫിനാൻസിങ് സ്കൂളുകളിലും അൺഎയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും സ്വാശ്രയ കോളേജുകളിലെല്ലാം ഈ വിദ്യാർത്ഥി പരിശീലനം രാഷ്ട്രീയ പരിശീലനമായി മാറ്റണം. രാഷ്ട്രീയ പരിശീലനമായ ആ വാക്ക് പുതിയ ബില്ലിൽ ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങൾ രാഷ്ട്രീയ പരിശീലനം എന്നുള്ള വാക്കില്ല, രാഷ്ട്രീയ പാർട്ടികളുടേതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സ്റ്റുഡൻ്റ് ആക്ടിവിറ്റീസ് അവർക്ക് യൂണിയൻ ആക്ടിവിറ്റീസ് ലീഗലൈസ് ചെയ്യണം. ഇതിൻ്റെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് അതിൻ്റെ ലക്ഷ്യം കോടതി വിധികളിലൂടെ ഈ സെൻറ് തോമസ് കോളേജ് പോലെയുള്ള കലാലയങ്ങളിൽ പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സ്കൂളുകളിൽ പൊതുവെ ഇങ്ങനെയുള്ളത് കുറഞ്ഞു തുടങ്ങിയപ്പോൾ സ്കൂളുകളിലും ഈ രാഷ്ട്രീയ കളരികൾ ഉണ്ടാകണമെന്നുള്ള പുതിയ നിർദ്ദേശമാണ്. അത് കേരളത്തെ എന്തുമാത്രം ദോഷകരമായി ബാധിക്കുമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധര്, മാതാപിതാക്കള് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയന്നിലം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, കെ.സി.ബി.സി. വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോസ് കരിവേലിക്കൽ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഷെക്കൈന ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.